രാഹുലെ, ഇന്ന് തിരുവനന്തപുരത്ത് ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ രണ്ട് പക്ഷത്തു നിന്നും? എന്നാലും കെ മുരളീധരന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായുള്ളത്. കാരണം ഇന്നലെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത്. മറ്റ് നേതാക്കൾ പ്രതികരിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണണം. കാരണം ഇതിന് മറുപടിയായി കാര്യങ്ങൾ എത്തണം. ഇന്നലെ സ്പീക്കർ എൻ ഷംസീർ കെ മുരളീധരന് മറുപടി നൽകിയിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ പ്രസ്താവനകൾ ഇനിയും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ എന്തായാലും മറ്റ് പ്രതിഷേധ പരിപാടികൾ നടക്കുമെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഒപ്പം ഈ പറയുന്നത് പോലെ ഈ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയോ ഈ പുതിയ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾക്ക് നേരെയോ അതിക്രമങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത് പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഒപ്പം യൂത്ത് കോൺഗ്രസ് ഒക്കെ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ ഒരു സംഘർഷം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്കയിലാണ് നിലവിൽ എന്തായാലും ഉള്ളത്. കാരണം ഈ വിഷയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഭിന്നാഭിപ്രായങ്ങൾ ഇപ്പോഴും നിലനിന്ന് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും തലസ്ഥാനത്ത് ഈ സംഭവ വികാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ശരി രാഹുൽ ജിനാഥും ഫെലിക്സ് പുളിക്കലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യം എന്നത് സംസ്ഥാനത്ത് ഉടനീളം പ്രത്യേകിച്ചും കോൺഗ്രസ് ഓഫീസുകൾക്ക് അടക്കം പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയുമൊക്കെ പലയിടത്തും വലിയ പ്രതിഷേധങ്ങളുണ്ടായി. കോൺഗ്രസ് ഓഫീസിന് തീയിടുന്ന സാഹചര്യമുണ്ടായി. തിരുവനന്തപുരത്തും വലിയ സംഘർഷം, SFIയുടെ ഭാഗത്തുനിന്ന് കോലം കത്തിക്കൽ പ്രതിഷേധങ്ങളുണ്ടായി. മന്ത്രി ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ICUവിൽ തന്നെ ചികിത്സയിലാണ്. അതേ സമയമാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലുള്ള CCTV ദൃശ്യങ്ങൾ വരുന്നത്. മന്ത്രി ഈ സംഭവത്തിന് ശേഷം, ഈ ആക്രമണം അല്ലെങ്കിൽ പരിക്കേറ്റു എന്ന് പറയുന്ന സംഭവത്തിന് ശേഷം മന്ത്രി നടന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതുകൊണ്ട് അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. അപ്പോൾ രണ്ട് വാദങ്ങൾ ശക്തമായി വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് മുഴുവൻ അഭിനയമായിരുന്നു, പ്രകടനമായിരുന്നു എന്ന നിലയിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ സജീവമാണ്. ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായിട്ടും ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. KSUവിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റായ നടപടി ഉണ്ടായി എന്ന നിലയ്ക്കുള്ള വലിയ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും വരുന്നുണ്ട്. എന്തായാലും പോലീസ് സംഭവത്തിൽ കേസെടുത്തു, 5 പേരെ അറസ്റ്റ് ചെയ്തു, 5 പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സത്യം എന്താണ് എന്ന് പോലീസ് കണ്ടെത്തട്ടെ. രാഷ്ട്രീയം നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലമായാൽ എങ്ങനെയാണ് കിട്ടുന്ന ഓരോ വിഷയവും ഏത് പാർട്ടിയാണെങ്കിലും അവരവരുടേതായ വജ്രായുധമാക്കി മാറ്റാൻ ശ്രമിക്കുക എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനൊരു വിഷയം ഇട്ടുകൊടുക്കണമായിരുന്നോ കോൺഗ്രസ് എന്നത് അല്ലെങ്കിൽ KSU എന്നതൊരു പ്രശ്നമാണ്. കുറച്ചുകൂടി പ്രത്യേകിച്ചും VD സതീഷിൻ്റെ പൊതുയോഗ യാത്രയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഈ ഡാറ്റ ചോർത്തലിലെ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അതൊക്കെ സജീവമായി നിൽക്കുന്ന സമയമാണ്. ആരോഗ്യരംഗത്ത് ഇന്നലെ വീണ്ടും കത്രിക വയറ്റിൽ കുടുങ്ങിയ, അതായത് മരിച്ച ആൾക്ക് ഈ കേസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സംഭവത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ നോട്ടീസ് തന്ന ദിവസമൊക്കെയാണ് ഇന്നലെ. അപ്പോൾ അത്തരം വാർത്തകളൊക്കെ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു ആക്രമണവും അതിന് പിന്നാലെയായി മാറുന്നതും. അപ്പോൾ പാർട്ടികളും തീരുമാനിക്കേണ്ടതാണെങ്കിൽ വിഷയം വഴിമാറ്റിവിടുന്ന നിലയിലേക്കുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകണമോ, അല്ലെങ്കിൽ കിട്ടുന്ന അവസരം അതെങ്ങനെയാണോ ഓരോരുത്തരും ഉപയോഗിക്കുക എന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തും ഏതും പ്രതീക്ഷിക്കണമെന്നതൊരു വസ്തുതയാണ്. അത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്.